എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് ആ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം തിരക്കുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തുമ്പോൾ അത് വ്യക്തമായൊരു ധാരണയോടെ വേണം വിലയിരുത്താൻ, അല്ലേ? കാരണം കഴിഞ്ഞ 2 ആഴ്ച അല്ലെങ്കിൽ ആ 2 ആഴ്ചയ്ക്ക് മുന്നേ വരെ എന്താണ് സംഭവിച്ചിരുന്നത്? താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും വന്നു, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ പറയുന്നത് പോലെ മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്നില്ല. അതായത് നമ്മൾ പറയുന്ന ഈ ഒരു ടെക്നിക്കലി അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ച് മാർക്കറ്റ് മുന്നോട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ വീഡിയോ ചെയ്ത് നിങ്ങളെ കൂടി കൺഫ്യൂഷൻ ആക്കണ്ട എന്ന രീതി കാരണമാണ് ഞാൻ ആ വീഡിയോ ചെയ്യാഞ്ഞത്. നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് നീങ്ങും എന്നൊരു ധാരണ ഏറെക്കുറെ വേണം, അല്ലേ? അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ മാർക്കറ്റിൽ പലപ്പോഴും യുദ്ധസമാനമായിട്ടുള്ള കണ്ടീഷൻ, അതുപോലെ തന്നെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടുള്ള താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ മാർക്കറ്റ് ആ ന്യൂസ് സംബന്ധമായ കാര്യത്തിൽ മാത്രമായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇവിടെ കാണുവാൻ സാധിക്കും. ചൈനയ്ക്കെതിരെ US അതിശക്തമായിട്ടുള്ള താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ എന്താണ് മാർക്കറ്റ് സംഭവിച്ചത്? ഒരു 1600 പോയിന്റ് താഴേക്കാണ് മാർക്കറ്റ് വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷേ അത് ആ ന്യൂസ് സംബന്ധമായ കാര്യത്തിൽ സംഭവിച്ചതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചിരിക്കുന്നു? അതിനുശേഷം കറക്റ്റായിട്ട് ഇവിടെ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്തു. കണ്ടില്ലേ? അതായത് നമ്മൾ നേരത്തെ ഈ ഒരു നമ്മളുടെ പ്രധാനപ്പെട്ട ചാനലൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി അതിമനോഹരമായിട്ട് വന്ന് റീട്രേസ് എടുത്ത്, പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു വിഷയം സംഭവിക്കുന്നത്. അത് കാരണം മാർക്കറ്റ് താഴേക്ക് വരികയും ചെയ്തു. അതിനുശേഷം വിഷയങ്ങളെല്ലാം ഒന്ന് സോൾവ് ആയ ശേഷം മാർക്കറ്റ് പഴയ പോലെ തന്നെ മുകളിലേക്ക് കുതിച്ചു പോവുകയും പ്രൈസ് ആക്ഷൻ എങ്ങനെയാണോ വർക്കാവുന്നത് അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതും കുഴപ്പമില്ലാതെ അവസാനിക്കുകയും ചെയ്തു. അവസാനിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ആ ഒരു സർപ്രൈസ് എന്ന ഒരു സംഭവം മാർക്കറ്റിൽ മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിലും ഇനിയും നമുക്ക് നമ്മളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച നടന്നിരുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കാം. വെള്ളിയാഴ്ച വീണ്ടും ട്രംപ് കുഴപ്പത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താണ്? വെള്ളിയാഴ്ച യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള അവരുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ അദ്ദേഹം വരുത്തി. 50% താരിഫാണ് അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഐഫോണിന് മേലും അവർ ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം US ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണിൻ്റെ പാർട്സുകൾക്കാണ് എങ്കിൽ അവർ താരിഫുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ടാക്സ് കുറച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയിലോ ചൈനയിലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണിൻ്റെ പാർട്സുകൾക്ക് അവർ കൂടുതൽ ടാക്സ് ഈടാക്കും എന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ US മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു ക്രാഷ് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെയാണ് ട്രേഡ് ചെയ്തത്? ഒരു 175 പോയിന്റ് ഡൗണിലേക്ക് വരികയും ചെയ്തു. പക്ഷേ അവസാനം ക്ലോസിംഗ് ടൈമിൽ അത് ഗ്രീനിലേക്ക് പോവുകയും, പക്ഷേ ക്ലോസിംഗ് ടൈമിൽ ഒരു 40 പോയിന്റിൻ്റെ മാത്രം ഡൗണിലാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് വിഷയങ്ങൾ സംബന്ധിച്ച് മാർക്കറ്റ് വന്നതെല്ലാം മറക്കാം, നമ്മൾ അത് നോക്കണ്ട. അപ്പോൾ മാർക്കറ്റ് നോക്കൂ, ഒരു ഹയർ ഹൈസ്, ഒരു ഹയർ ലോസ്, ഹയർ ഹൈസ്, ഹയർ ലോസ്, ഹയർ ഹൈസ്, ഹയർ ലോസ്. അപ്പോൾ പൊതുവെ ഈ രീതിയിൽ പോകുന്ന മാർക്കറ്റിനെ പറയുന്നത് എന്നാൽ ഒരു ബുൾ മൊമെൻറ്റത്തിലേക്ക് പോകുന്ന മാർക്കറ്റ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ശരിക്കും ഒരു ബെയറിഷ് രീതിയിലേക്ക് വന്നു, അല്ലേ? ആ ഒരു ബെയറിഷ് രീതി ശരിയാണ്. ന്യൂസ് സംബന്ധമായ ചില വിഷയങ്ങളുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ആ മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രൈസ് ആക്ഷൻ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരികയും അതിനുശേഷം പ്രധാനപ്പെട്ട റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് നല്ല ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അതുവരെ കാണിച്ചിരുന്ന ആ ഒരു ബെയറിഷ് രീതി അവസാനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അവസാനിക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് വെള്ളിയാഴ്ച വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള രീതി തന്നെയാണ്. ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ബുൾ രീതിയിലുള്ള ട്രേഡ് തന്നെ ആയിരിക്കാം കൂടുതൽ ആളുകളും എടുത്തിട്ടും ഉള്ളത്. ഒരുപക്ഷെ മാർക്കറ്റിനെ വെള്ളിയാഴ്ച ഷോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ലോസ് വരാനുള്ള സാധ്യതയുമുണ്ട്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മളിനി നിഫ്റ്റിയെ സംബന്ധിച്ച് മന്ത്ലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നോക്കൂ, അതൊരു ബുൾ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻഡിൽ ഫോർമേഷൻ തന്നെയാണ് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഗ്ലോബൽ മാർക്കറ്റിൽ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്തും നമ്മളുടെ മാർക്കറ്റിൽ ആ ഒരു ബുൾ മൊമെൻറ്റം തിരികെ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതെന്താണെന്ന് നമുക്ക് ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന പല പാറ്റേണുകളും നല്ല രീതിയിൽ വർക്കായി, അല്ലേ? ഈ ഒരു W പാറ്റേൺ നല്ല രീതിയിൽ വർക്കാവുന്ന നമുക്ക് കാണുവാൻ സാധിച്ചു. നമ്മുടെ പ്രധാനപ്പെട്ട പ്രൈസ് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി അത് പിന്നീട് ഒരു മികച്ച റേഞ്ചിലേക്ക് പോവുകയും അതിനുശേഷം അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ ആണ് എങ്കിൽ തന്നെ ആ ഒരു ബുൾ മൊമെൻറ്റം ബാങ്ക് നിഫ്റ്റിയിൽ കാണുവാനും സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനപ്പെട്ട റേഞ്ച് എന്നത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഒരു ഏരിയയെ നല്ലൊരു പ്രൈസ് സോണായിട്ട് എടുക്കാം. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ
ഒരു നല്ലൊരു പ്രൈസ് റേഞ്ചായിട്ട് ഇവിടെ എടുക്കാം. ഈ ഒരു ഭാഗത്ത് ശക്തമായിട്ടുള്ള ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ കൂടുതൽ റാലിക്ക് സാധ്യത ബാങ്ക് നിഫ്റ്റിയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലേക്ക് പോയാൽ നമുക്ക് കുറച്ചുകൂടി ധാരണ കിട്ടും. കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച വലിയ കുഴപ്പകരമായ രീതിയിലേക്ക് മാർക്കറ്റ് വരുമെന്നൊരു തോന്നലുണ്ടാക്കിയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രൈസ് സോണിൽ നിന്ന് മാർക്കറ്റ് പെട്ടെന്നൊരു തിരിച്ചുപോക്ക് നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് രീതി തിരികെ വരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ പറയുന്നത് പോലെ എന്താണ്, ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതി തൽക്കാലം കണ്ടാൽ മതി. ഈ ഒരു പ്രൈസ് സോണൊക്കെ പ്രധാനമായിട്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ യാത്ര ബാങ്ക് നിഫ്റ്റിയിലും കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ USD INRലേക്ക് വരാം. അപ്പോൾ USD INRലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അനുകൂലകരമായ കാര്യമാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, നല്ല രീതി, അതായത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് സ്ട്രെങ്ത് പ്രാപിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ ഒരു പവറിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ 85.15 അല്ലെങ്കിൽ 85-നടുത്തേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് FIS ശക്തമായിട്ട് ഇവിടെ തിരിച്ചു വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിലനിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡും നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇത് US മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിൻ്റെ ഫലമാണ് ഈ ഒരു മൊമെൻറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിൽ തന്നെയാണ്, പക്ഷേ US മാർക്കറ്റിൽ നല്ലൊരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഗോൾഡിൻ്റെ ഈ ഒരു കയറ്റം എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. ഇനി നമ്മൾ മറ്റ് ഡേറ്റകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ക്യാഷ് മാർക്കറ്റിലേക്ക് വരാം. ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു ബൈയിങ്ങിലേക്കായിരുന്നു FIS കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്നത് അല്ലേ. നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും FIS അതിശക്തമായിട്ടുള്ള ഒരു ബൈയിങ്ങിലേക്കാണ് വന്നിരുന്നത്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ലൊരു സെല്ലിംഗ് ഇവിടെ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്യുവാന്നുള്ളത് ഒന്ന് ഭയന്നു അല്ലേ. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്, അതിശക്തമായുള്ള ഒരു ബൈയിങ്ങിലേക്ക് അവിടെ തിരികെ വന്നു. FIS മാത്രമല്ല DISും ഇവിടെ ബൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ലൊരു ബൈയിങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മളിനി ഓപ്ഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ബൈയിങ് കൂട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഇത് ഓവറോൾ നോക്കിയാൽ 2.44 ലാഖിന് അവർ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് ബുള്ളിഷ് എന്ന രീതിയിൽ. പക്ഷേ വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നോക്കൂ, 77,000 സംതിങ്ങിന് അവർ കോൾ ബൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിച്ചു. അപ്പോൾ നല്ല രീതിയിലുള്ള ബൈയിങ് വെള്ളിയാഴ്ച മാത്രം അവർ ഓപ്ഷനിൽ കൊണ്ടുവന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ പുട്ട് ഓപ്ഷൻ്റെ കേസിലോട്ട് വന്നാലോ, പുട്ട് ഓപ്ഷൻ അവർ ബൈ ചെയ്തിരുന്നത് എത്രയായിരുന്നു നേരത്തെ, 2.45 ലാഖ് ആണ് എങ്കിൽ ഇവിടെ 15,000 എന്ന റേഞ്ചിലേക്ക്, അതായത് വളരെ കുറച്ചതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബൈയിങ്ങിൽ അല്പം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് FIS. അത് ബുള്ളിഷ് എന്ന രീതി തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനി പ്രോസിൻ്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. എന്താണ്, 1.57 ലാഖ് ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒറ്റ ദിവസം, അതായത് ശരിക്കും ഇവിടെ ഒരു നെഗറ്റീവ് രീതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. നമുക്കിവിടെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, പ്രോസിൻ്റെ കേസ് കഴിഞ്ഞ ദിവസങ്ങളിലല്ല, അതായത് വ്യാഴാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്, വ്യാഴാഴ്ച ശരിക്കും നോക്കൂ 16,000 അവർ കോൾ സെല്ലേഴ്സ് ആയിരുന്നു ഇവിടെ. ശരിക്കും നിങ്ങളിവിടെ ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. 1.43 ലാഖിൻ്റെ ഒരു കോൾ സെല്ലിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. പക്ഷേ അതിനുശേഷം എന്താണ്, വെള്ളിയാഴ്ച എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നേരെ തിരിഞ്ഞിരിക്കുക. അവർ അതിശക്തമായിട്ടുള്ള ഒരു കോൾ ബൈയിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ലാഖിൻ്റെ ഒരു കോൾ ബൈയിങ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഒരു ബുള്ളിഷിലേക്ക് അവരും മാറുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും FISും പ്രോസും അവിടെ ബൈയിങ്ങിലേക്ക് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന സാരം. ഇവിടെ ക്ലയൻറ്റിൻ്റെ കേസ് നോക്കിയാൽ അവർ ബെയറിഷിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് ബുള്ളിഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റകളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് തന്നെ ട്രേഡുകൾ എടുക്കാം. ഇനി അതല്ല, എഗൻസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്ന് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ FISന്റെ ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് നമുക്കൊന്ന് വരാം. ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും ബുള്ളിഷിൽ പോകുന്നവർ ഫ്യൂച്ചറിൽ മാത്രം അല്പം സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അല്പം കൂടുതലായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി DISന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, അവിടെ പ്രത്യേകം അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ കാണാൻ സാധിക്കുന്നില്ല. പ്രോസിൻ്റെ കേസ് പറഞ്ഞാലും പ്രത്യേകിച്ച് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഫ്യൂച്ചറിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് ഒന്ന് വന്നു നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ PCR നോക്കുകയാണെങ്കിൽ 1 തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് രീതി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് രണ്ട് സൈഡിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും കോൾ സെല്ലേഴ്സിൻ്റെ ഒരു ആധിക്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നത് വെള്ളിയാഴ്ച പലരും ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ മടിക്കുന്നത് കാരണമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു
ഒരു ഭാഗത്ത് ഇങ്ങനെ വരാൻ കാരണം തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തിങ്കളാഴ്ച ഈ ഒരു ഓയിൽ ബിൽഡപ്പ് എല്ലാം മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ബുൾ മൊമെന്റം ഉണ്ട് എന്ന രീതിയിലുള്ള ഡേറ്റകളാണ് ഇവിടെ കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരെ നിഫ്റ്റിയുടെ ഇവിടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, RSI നോക്കിക്കഴിഞ്ഞാലും അതൊരു ബുൾ രീതിയിലേക്ക് തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഡേറ്റകൾ കഥ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ആ ഒരു ബുള്ളിഷ് രീതി മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്ന രീതി തന്നെയാണ് ഡേറ്റകളും നമ്മളുടെ ചാർട്ട് നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ വെച്ചാണ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ന്യൂസ് സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ വർക്കാകില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക. ഇതിനൊരു ഉദാഹരണമാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാർക്കറ്റ് ഇവിടെ വീണത്. പക്ഷേ അതിനുശേഷം പ്രൈസ് ആക്ഷൻ നന്നായി വർക്കാവുന്ന നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു അല്ലേ. ഇതൊക്കെയാണ് പറയുന്നത്, ഒരു ട്രേഡർ ആയാലും ഒരു ഇൻവെസ്റ്റർ ആയാലും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വരുന്ന ആഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.